അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 2ാമത്തെ പാഠം അൻഫിഖു മിമ്മാ റസഖ്നാക്കും. പാഠം വായിക്കുന്നു. ഇൻഷാ അല്ലാഹ് തദ്രീബാത്ത് നോക്കാം. അൻഫിഖു മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചിലവാക്കുക. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചിലവഴിക്കുക. അപ്പോൾ നമുക്ക് പാഠം വായിക്കാം. അല്പം ഭക്ഷണം തരുമോ? ചോദ്യം കേട്ട് തോട്ടത്തിൻ്റെ കാവൽക്കാരൻ തിരിഞ്ഞു നോക്കി. ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു. തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് പകുതി ആ സ്ത്രീക്കു നൽകി. കുറച്ച് പഴം തരാമോ? സ്ത്രീ ചോദിച്ചു. തോട്ടക്കാരൻ: ഞാൻ കാവൽക്കാരൻ മാത്രമാണ്. നാളെ വരൂ, ഉടമസ്ഥനോട് ചോദിച്ചിട്ട് തരാം. അപ്പോൾ കാവൽക്കാരനായ ആളുടേതല്ല ഈ തോട്ടം, ഉടമസ്ഥൻ വേറെയാണ്. അപ്പോഴാണ് ചോദിച്ച സമയത്ത് ആ കാവൽക്കാരൻ പറയുന്നത്, ഉടമസ്ഥനോട്, യജമാനനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ നാളെ വരുമെന്ന്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കാറായിരിക്കുന്നു, ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. കാവൽക്കാരൻ ഏതാനും ആപ്പിളുകളും മുന്തിരികളും പറിച്ചു നൽകി. നന്ദി പറഞ്ഞ് ആ സ്ത്രീ തിരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കാവൽക്കാരൻ പറഞ്ഞു, ഉടമസ്ഥൻ വേറെയാണ്, എനിക്ക് എടുത്തുതരാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുട്ടികൾ വിശന്ന് മരിക്കാറായിട്ടുണ്ട്, അവർക്ക് ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ എന്ന്. അപ്പോൾ ഈ കാവൽക്കാരൻ എന്ത് ചെയ്തു? കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും ആ സ്ത്രീക്ക് നൽകി. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടെ തിരിച്ചു പോയി. എന്നിട്ട് ഈ കാവൽക്കാരൻ എന്താ ചെയ്തത്? ആപ്പിളുകൾക്ക് അദ്ദേഹം 1 ദിർഹം നിശ്ചയിച്ചു. ആ പഴങ്ങൾക്ക് അദ്ദേഹം 1 ദിർഹം നിശ്ചയിച്ചു. ഈ കാവൽക്കാരനായ മനുഷ്യൻ എന്ത് ചെയ്തു? കൊടുത്ത ആപ്പിളിനും അതുപോലെ തന്നെ മുന്തിരിക്കും അതിനെന്ത് ചെയ്തു? 1 ദിർഹം നിശ്ചയിച്ചു. 1 ദിർഹം കുറച്ചാണ് അന്ന് അദ്ദേഹം കൂലി വാങ്ങിയത്. തൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്നും കൂലി വാങ്ങുന്ന സമയത്ത് 10 രൂപയാണ് വാങ്ങുന്നത്, സാധാരണ കൂലിയായിട്ട് വാങ്ങുന്നതെങ്കിൽ 9 രൂപ. 1 രൂപ എന്ത് ചെയ്തു? താനെ വിറ്റ ആ കൊടുത്ത ആപ്പിളിനും മുന്തിരിനുള്ള പൈസ ആയിട്ട് എന്ത് ചെയ്തു വെച്ചു. 10 ദിർഹമായിരുന്നു വാങ്ങിയിരുന്നെങ്കിൽ 9 ദിർഹം വാങ്ങി. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു ആ കാവൽക്കാരൻ. ആരാണ്? ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു ആ കാവൽക്കാരൻ. ഒരു കാലത്ത് അദ്ദേഹം ബൽഖിലെ രാജാവായിരുന്നു. ബഹുമാനപ്പെട്ടവർ, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു എന്ന് പറയുന്ന ആ കാവൽക്കാരനായ മനുഷ്യൻ ആരായിരുന്നു? ബൽഖിലെ രാജാവായിരുന്നു. പിന്നെന്ത് ഈ തോട്ടത്തിൽ ജോലി ചെയ്യാനുള്ള കാരണം? ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാട് വിടുകയായിരുന്നു. ബഹുമാനപ്പെട്ടവർ തൻ്റെ അധികാരമൊക്കെ ഒഴിവാക്കി, രാജാധികാരമൊക്കെ ഒഴിവാക്കി. എന്തിനു വേണ്ടിയിട്ട്? അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? തൻ്റെ രാജാധികാരമൊക്കെ ഒഴിവാക്കി. ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ചുണ്ട്. ഭയങ്കര സൂക്ഷ്മതയുള്ള, നല്ല സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആ തോട്ടത്തിൽ നിന്ന് പഴം ചോദിച്ച സമയത്ത് ആ സ്ത്രീയോട് പറയുന്നുണ്ടല്ലോ, ഈ തോട്ടത്തിലെ കാവൽക്കാരൻ മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, ഞാനല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരിക്കൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് നല്ല പഴുത്ത മധുരമുള്ള പഴം കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനും അദ്ഹം റളിയല്ലാഹു അൻഹു 3 തവണ അദ്ദേഹത്തിന് പഴങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. 3 തവണയും കൊടുത്തത് പുളിച്ച പഴമായിരുന്നു, പുളിപ്പുള്ള പഴമായിരുന്നു കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥന് ചൂടാകുന്നുണ്ട്. നിനക്ക് ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഈ തോട്ടത്തിലെ പഴുത്ത പഴമേത്, മധുരമുള്ള പഴമേത് തിരിച്ചറിയില്ലേ എന്ന് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ടവരെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അവിടെ, എന്നെ കാവൽക്കാരനായിട്ട് തോട്ടം നോക്കാനാണ് നിർത്തിയത്, ഞാൻ ഇന്ന് വരെ ഈ തോട്ടത്തിൽ നിന്ന് ഒരു പഴങ്ങൾ പോലും പറിച്ച് ഭക്ഷിച്ചിട്ടില്ല എന്ന് ആ കാവൽക്കാരനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ റോട്ടിലൂടെ പോകുന്ന സമയത്ത്, സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആരാൻ്റെ പറമ്പിൽ നിന്ന് മാങ്ങ റോട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ടാകും, അതല്ലെങ്കിൽ മറ്റു പഴങ്ങൾ, അതൊക്കെ നമ്മൾ അനുവാദമില്ലാതെ നമ്മൾ പറിച്ചെടുക്കാൻ പാടില്ല. വളരെ സൂക്ഷ്മതയോടുകൂടെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി ധനം അല്ലാഹു തആലയുടെ അനുഗ്രഹമാണ്. ധനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കൃഷി, കച്ചവടം, വിവിധ ജോലികൾ എന്നിവ ധനസമ്പാദനത്തിനുള്ള മുഖ്യ മാർഗങ്ങളാണ്. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാവൂ. പണം ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലാവണം. ധൂർത്തും പിശുക്കും പാടില്ല. എന്തൊക്കെ പറഞ്ഞ്
ധനം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ധനമില്ലാതെ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. പിന്നെ ധനം സമ്പാദിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യാം, നമുക്ക് കൃഷി ചെയ്യാം, കച്ചവടം ചെയ്യാം, അതല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ ഹലാലായ മാർഗത്തിലുള്ള നല്ല ധനസമ്പാദന മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. സമ്പത്ത് സമ്പാദിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഹലാലായ മാർഗത്തിലേ സമ്പാദിക്കാൻ പാടുള്ളൂ. ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ പാടില്ല. പണം ചെലവഴിക്കുന്നതും ഏത് മാർഗത്തിലാവണം? ഹലാലായ മാർഗത്തിലാവണം. ഇനി ചിലവാക്കുമ്പോൾ തന്നെ അമിതമായിട്ട് ചിലവാക്കാൻ പാടില്ല. അതാണ് ധൂർത്ത് എന്ന് പറയുന്നത്. പിശുക്കും പാടില്ല. ആവശ്യത്തിന് പൈസ ചിലവാക്കാതെ, സമ്പത്ത് ചിലവാക്കാതെ എടുത്തു വെക്കുന്ന ഒരു സമ്പ്രദായം അതും ഉണ്ടാവാൻ പാടില്ല. ആവശ്യത്തിന് ചിലവാക്കുകയും വേണം. ഇനി ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക, കൃത്രിമക്ഷാമമുണ്ടാക്കി വില ഉയർത്തുക, പൂഴ്ത്തിവെക്കുക, ഇവയൊന്നും അനുവദനീയമല്ല. ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക. നമ്മൾ വിൽക്കുന്ന ചരക്കിന് എന്തൊക്കെ കേടുകളുണ്ട്. അതായത് നമ്മൾ ആപ്പിൾ വിൽക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മുന്തിരി വിൽക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഭാഗങ്ങൾ കേടുവന്ന ചീഞ്ഞ പഴങ്ങൾ അതിലുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച്, അങ്ങനെ പഴങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വിൽക്കുക. ആ വിൽപ്പന വഞ്ചനയാണ്. അങ്ങനെ നമ്മൾ സമ്പാദിച്ചാൽ ഹറാമായ സമ്പാദ്യ മാർഗമാണത്. അതെന്തല്ല, അനുവദനീയമായ ഹലാലായ മാർഗമല്ല. അതുപോലെ തന്നെ നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക. നമ്മൾ മീൻ കടയിലൊക്കെ ചെന്നാൽ, മീൻ വാങ്ങുന്നിടത്തൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് കടകളിൽ നല്ല മീനും അതുപോലെ തന്നെ ചീഞ്ഞ മീനും കൂടെ മിക്സ് ചെയ്ത് വിൽക്കണത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുക അതൊന്നും ഉണ്ടാവില്ല, അനുവദനീയമാകില്ല. അനുവദനീയമായ മാർഗത്തിലുള്ള കച്ചവടം ചെയ്യലല്ല അത്. അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക. 1 കിലോന് സാധനം വാങ്ങുന്ന സമയത്ത് 1 കിലോന് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, സാധനങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതും ശരിയല്ല, തെറ്റാണ്, വഞ്ചനയാണ്. അടുത്തത് കൃത്രിമക്ഷാമം ഉണ്ടാക്കി വില ഉയർത്തുക. നമ്മുടെ കടയിൽ, ചില കടകളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, കടയിൽ സാധനങ്ങൾ ഉണ്ടാകും, പക്ഷേ അതെന്ത് ചെയ്യില്ല, ജനങ്ങൾ കാണുന്ന രൂപത്തിൽ വെക്കാതെ ഉള്ളിലെന്ത് ചെയ്യും, എടുത്തു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് സാധനം പുറത്ത് വെച്ചിട്ട് ആ കുറച്ച് സാധനത്തിന് വില കയറ്റി വെക്കും, കൂടുതൽ വില കൊടുക്കും. അങ്ങനെ വെക്കുന്നവരുണ്ടാകും. അതുപോലെ പൂഴ്ത്തി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പത്ത് എന്തല്ല, ഹലാലായ സമ്പാദ്യ മാർഗമല്ല ആ രീതിയിൽ കച്ചവടം ചെയ്യുന്നത്. ഇനി അടുത്തത്, കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുക, പാവപ്പെട്ടവരെ സഹായിക്കുക, മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക തുടങ്ങിയ പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളാണ്. അപ്പോൾ പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളാണ് പറഞ്ഞത്. കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക. മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് വേണ്ടി സഹായിക്കുക, മദ്രസകൾക്ക് വേണ്ടി സഹായിക്കുക, മദ്രസകളുടെ ബെഞ്ച് ഡെസ്കിന് വേണ്ടി സഹായിക്കാം, അതല്ലെങ്കിൽ മദ്രസ പെയിൻ്റ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മദ്രസേൻ്റെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സമ്പത്ത് നൽകണം, എടുത്ത് വെക്കരുത്. സമ്പത്ത് എന്ത് ചെയ്യണം, ചിലവാക്കണം. കാരണം നമ്മൾ നൽകുന്ന സമ്പത്ത് കൊണ്ട് ആ മദ്രസയുടെ അല്ലെങ്കിൽ ആ പള്ളിയുടെ ഏതൊരു നിർമ്മാണം ചെയ്തു കഴിഞ്ഞാലും ആരെല്ലാം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഏതെല്ലാം കുട്ടികൾ വന്നുകൊണ്ട് മദ്രസയിൽ വന്നുകൊണ്ട് അലിഫും ബാവും പഠിച്ചോ, ഖുർആൻ ഓതാൻ പഠിച്ചോ, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നാളെ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഡെസ്ക് നമ്മൾ മദ്രസയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഡെസ്കിൽ വെച്ച് ഏതെല്ലാം കുട്ടികൾ ഖുർആൻ പഠിക്കുന്നുവോ, ഏതെല്ലാം കുട്ടികൾ മതപരമായ ഇൽമ പഠിക്കുന്നുവോ, അതിൻ്റെ ഒക്കെ കൂലി നമ്മുടെ ആഖിറത്തിലേക്ക്, നമ്മുടെ ഖബറിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അറ്റുപോകാത്ത ഒരു സദഖയാണ് നമ്മുടെ മദ്രസകളിലേക്കും പള്ളികളിലേക്കൊക്കെ ചെയ്യുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളെ കിട്ടുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക മുതലായവ അനുവദനീയമല്ലാത്ത ധനവിനിയോഗവും ധൂർത്തുമാണ്. ഹറാമായ കാര്യങ്ങൾ, കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക പാടില്ല. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക. ആവശ്യം ചിലപ്പോൾ 1000 രൂപേൻ്റെ സാധനം മതി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, പക്ഷെ നമ്മളെന്ത് ചെയ്യുക, 3000 രൂപേൻ്റെ സാധനങ്ങൾ വാങ്ങുക. ഡ്രസ്സാണെങ്കിലും ഏത് വസ്തുക്കളാണെങ്കിലും ഒരു മീഡിയം ലെവലിൽ എന്ത് ചെയ്യുക, ജീവിക്കുക. അതുപോലെ തന്നെ പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അങ്ങനത്തെ സമ്പത്ത് ചെലവഴിക്കലൊന്നുമില്ല, അനുവദനീയ മാർഗത്തിൽപ്പെട്ടതല്ല. അത് ഏതിൽപ്പെടും, ധൂർത്തും, അനുവദനീയമല്ലാത്ത മാർഗവുമാണ്, അതുപോലെ തന്നെ ധൂർത്തുമാണ്. ഇനി തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്താലേ വേതനം അനുവദനീയമാകൂ. തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്ത് ഉത്തരവാദിത്വത്തോടു കൂടെയായിരിക്കണം ചെയ്യേണ്ടത്, എന്നാലേ അവർക്ക് കൊടുക്കുന്ന ആ വേതനം, കൂലി ഹലാലാവുകയുള്ളൂ. അതുപോലെ തന്നെ തൊഴിലുടമ
തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. കണ്ടോ, മുതലാളിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ല. കാരുണ്യത്തോടെ പെരുമാറുകയും വേണം. കൃത്യമായിട്ടുള്ള അവർക്ക് വേതനം, അവർക്കുള്ള കൂലി വേണം. എങ്കിലേ അയാളുടെ സമ്പാദ്യം ഹലാലാവുകയുള്ളൂ. എന്നാലേ മുതലാളിയുടെ സമ്പത്ത് എന്താവുള്ളൂ, അനുവദനീയമാകുകയുള്ളൂ. പലിശ, ലോട്ടറി, ചൂതാട്ടം മുതലായവയെല്ലാം ഹറാമാണ്. പലിശയും ലോട്ടറിയും ചൂതാട്ടവും ഇതൊക്കെ എന്താണ്, ഹറാമാണ്. മാ നഖസത്ത് സ്വതക്കത്തുൻ മിമ്മാലിൻ. കേട്ടോ, ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല. ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല. അപ്പോൾ ദാനധർമ്മങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ച് തരും. സമ്പത്ത് നമ്മൾ നല്ല മാർഗ്ഗത്തിൽ ചിലവഴിക്കുകയാണെങ്കിൽ, ആ കൂടുതൽ ഉണ്ടാവണം എന്നുള്ള ചിന്തയോടുകൂടെ ചിലവഴിക്കാതെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സ്വതക്ക ചെയ്യുക, ധർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ സമ്പത്തൊക്കെ വർദ്ധിപ്പിച്ച് തരും. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. നഖ്റ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാനാണ് ഒന്നാമത്തെ. ഇനബ്, മുന്തിരി, തുഫാഹ്, ആപ്പിൾ, ദിർഹം ഒരു നാണയം, പിന്നെ ഹാരിസ് കാവൽക്കാരൻ, മാല് ധനം, അജൂൻ വേതനം, പിന്നെ സിറാ കൃഷി, റിബ പലിശ, ബുഖ്ല് എന്ന് പറഞ്ഞാൽ പിശുക്ക്. ബാക്കിയുള്ളതൊക്കെ വായിച്ച് നോക്കുക. നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിമ്മ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അംഫിഖു, നിങ്ങൾ ചെലവഴിക്കുക. ഇബ്രാഹിമിനു അദ്ഹം, ആരാണത്? പ്രസിദ്ധനായ ഒരു സൂഫി വര്യൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത ഉബയ്യന സ്ഥിതാക്ക്, സന്ദർഭം വിവരിക്കാനാണ്. ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. അത് ആരോട് പറഞ്ഞതാ, എപ്പോൾ പറഞ്ഞതാ? ഒരു സ്ത്രീ തോട്ടത്തിൻ്റെ ജോലിക്കാരനോട് കുറച്ച് പഴങ്ങൾ ചോദിച്ചപ്പോൾ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് നാളെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കാറായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമാവുകയുള്ളൂ. ഇനി മൂന്നാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. ആരാണ് ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു? ആൻസർ പ്രസിദ്ധനായ ഒരു സൂഫി വര്യൻ. ഇതിൻ്റെ ആൻസർ നമ്മളെ തദ്രീബാത്തിൽ നഖ്റ വ നഫ്ഹം എന്നുള്ളതിലുണ്ട്. രണ്ടാമത്തത് ഹലാലായ ധനസമ്പാദന മാർഗങ്ങളിൽ 3 എണ്ണം എഴുതുക. ആൻസർ കൃഷി, കച്ചവടം, കൂലിപ്പണി. ഇനി അടുത്തത് 3 ഹറാമായ ധനസമ്പാദന മാർഗങ്ങൾക്ക് 3 ഉദാഹരണം എഴുതുക. 1 ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക. ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് ഇത് ഹറാമായ സമ്പാദന മാർഗമാണ്. ഇനി 4 പിശുക്ക് എന്നാൽ എന്ത്? ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നതിനാണ് പിശുക്ക് എന്ന് പറയുന്നത്. 5 ധൂർത്ത് എന്നാൽ എന്ത്? ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നതിന് ധൂർത്ത് എന്ന് പറയുന്നു. 6 വേതനം ഹലാലാകാൻ തൊഴിലാളി എന്തു ചെയ്യണം? ആൻസർ തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യണം. 7 സമ്പാദ്യം ഹലാലാകാൻ തൊഴിലുടമ എന്ത് ചെയ്യണം? ആൻസർ തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. ഇനി നുഇദ് ഫിഖ്റ, ഖണ്ഡിക തയ്യാറാക്കാനാണ്. 1 ധൂർത്ത് എന്ന വിഷയത്തെക്കുറിച്ച് എഴുതണം. ഒരു സത്യവിശ്വാസിയിൽ തീരെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ് ധൂർത്ത്. ഖുർആനിലും ഹദീസിലും വളരെ നിഷ്കർഷമായി ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത്. ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നിവയെല്ലാം ധൂർത്താണ്. ഇനിയും വിശദമായിട്ട് നമുക്ക് എഴുതാം അവിടെ. ഇനി 2 പിശുക്ക്, ഖണ്ഡിക എഴുതാനുള്ള പിശുക്ക് വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു ഹൃദയ സംബന്ധമായ രോഗമാണ് പിശുക്ക്. ഇത് ഏറെ അപകടകാരിയാണ്. ദുഷിച്ച സ്വഭാവവും ചീത്ത പ്രകൃതിയുമാണ്. പ്രമാണങ്ങൾ ഇതിനെതിരെ താക്കീത് നൽകുന്നുണ്ട്. ഒരാളുടെ ബുദ്ധിയും ചിന്തയും ചീത്തയായി എന്ന് അംഗീകരിക്കുന്ന സ്വഭാവമാണിത്. അപ്പോൾ ദൂരത്തുള്ള പിശുക്കുള്ള ഒരാളെക്കുറിച്ച് അയാളുടെ ബുദ്ധിയും ചിന്തയൊക്കെ മോശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 5 തഖ്സീസ്, നിങ്ങളുടെ നാട്ടിൽ വിവാഹാഘോഷവേളകളിലും മറ്റും നടക്കുന്ന ധൂർത്തിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിക്കുക. ചെറിയ രൂപത്തിൽ ഇവിടെ നമുക്ക് വായിക്കാം. ഇന്ന് ധൂർത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നു വിവാഹങ്ങൾ. വിവാഹ നടത്തിപ്പുകാരുടെ സാമ്പത്തികോന്നതിയും പത്രാസും പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ഷണക്കത്തിൽ തുടങ്ങുന്നു ധൂർത്തിൻ്റെ അതിപ്രസരം. വിവാഹത്തിൻ്റെ തീയതിയും സ്ഥലവും ഓർമ്മപ്പെടുത്താനുള്ള ഉപാധി എന്നതിലുപരി വിലയേറിയ ആഡംബര വസ്തുവാണ് ഇന്നത്തെ ക്ഷണക്കത്തുകൾ.
വരൻ്റെയും വധുവിൻ്റെയും വസ്ത്രങ്ങൾ, പന്തൽ, ഭക്ഷണം, വിവാഹാനന്തര സൽക്കാരങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം കോടികളാണ് സമ്പന്നരുടെ വിവാഹങ്ങളിൽ പൊടിപൊടിക്കുന്നത്. ഒരേ തീന്മേശയിൽ തന്നെ വിളമ്പുന്ന ചോറുകൾ മാത്രം 4-5 തരമാണ്. ഉപവിഭവങ്ങളായി പലതരം പത്തിരികളും പൊറോട്ട, ചപ്പാത്തി തുടങ്ങിയവയും മാർക്കറ്റുകളിൽ ലഭ്യമായ എല്ലാത്തരം മത്സ്യമാംസാദികളും ലഭ്യമാണ്. പാശ്ചാത്യ നാടൻ രീതികളിൽ പാചകം ചെയ്തു പ്രദർശിപ്പിക്കുന്നതിന് പുറമെ വൈവിധ്യമാർന്ന പഴങ്ങളും മധുരപലഹാരങ്ങളും വേറെയും. പണക്കൊഴുപ്പ് പ്രകടിപ്പിക്കാനായി പ്രദർശിപ്പിക്കുന്ന ഈ ആഹാര പദാർത്ഥങ്ങളിലേറെയും അതിഥികളുടെ ഉദരങ്ങളിലെത്താതെ ഉച്ഛിഷ്ടത്തിൻ്റെ സഞ്ചികളിലൂടെ മണ്ണിൽ കുഴിച്ച് മൂടപ്പെടുകയാണ്. അയൽക്കാരിൽ പലരും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ദീർഘനിശ്വാസവുമായി കൊടിയ ദുരിതത്തിൽ കഴിയവെയാണ് ഈ അത്യർഭാടവും ധൂർത്തും. സമ്പന്നൻ്റെ ഈ ധാരാളിത്തം സാധാരണക്കാരനും അനുകരിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ കടത്തിൽ മുങ്ങിത്താന്ന് ജീവിതം തകരുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിൻ്റെ ദുരന്തപൂർണമായ മറ്റൊരു വശം. ഇനി തഖ്സീസിൽ രണ്ടാമത്തേത് അഗതികളെ സഹായിക്കൽ. ഈ വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. ചെറിയ മട്ടത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വിശാലമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. നമസ്കാരം, നോമ്പ് തുടങ്ങിയ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിൽ മുസ്ലിം സമൂഹം പൊതുവെ ഉത്സാഹം കാണിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കൽ, അഗതികൾക്കും അനാഥകൾക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ സഹായിക്കൽ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ എന്നിവയിൽ പൊതുവെ ആളുകൾ ഉത്സാഹം കാണിക്കാറില്ല. എന്നാൽ അത്തരം ആളുകളുടെ കാര്യത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഒരേ സാമ്പത്തികാവസ്ഥയല്ല നൽകിയിരിക്കുന്നത്. മനുഷ്യരുടെ ഉപജീവന മാർഗവും വ്യത്യസ്തമാണ്. സ്വർഗപ്രവേശനത്തിനുള്ള വലിയൊരു കാരണമാണ് പാവപ്പെട്ടവൻ്റെ വിശപ്പ് മാറ്റാൻ സഹായിക്കൽ. നമ്മുടെ മുന്നിൽ യാചിച്ചു വരുന്നവർക്കൊക്കെ നാം എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. യാചിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടും മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് യാചനയുടെ മാർഗം സ്വീകരിക്കാത്തവരും സമൂഹത്തിലുണ്ടായിരിക്കും. അത്തരക്കാരെ കണ്ടെത്തുവാനും അവരെ സഹായിക്കുവാനും സത്യവിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മുടെ പാഠത്തിലെ തദ്രീബാത്തും പാഠമൊക്കെ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുവാനും നല്ല മാർഗത്തിൽ ധനം ചെലവഴിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളികൾക്കും അതുപോലെ തന്നെ മദ്രസകൾക്കുമൊക്കെ നമ്മുടെ സമ്പത്ത് എന്ത് ചെയ്യുക, നാം ചെലവഴിക്കുക. തീർച്ചയായിട്ടും ആഖിറത്തിലേക്ക് നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് അതൊരു മുതൽക്കൂട്ടായിരിക്കും നമുക്കുണ്ടാവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾക്ക് സഹായിക്കാനും നല്ലവരെ സഹായിക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.